തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മസിൽസിൽ, ഹാർട്ട് റേറ്റിൽ, സ്കിന്നിൽ, പിന്നെ അതിലൊരു കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോൺസിന് അഥവാ ബ്രെയിനിന് ഒക്കെ ഒത്തിരി ആക്ഷനുള്ള ഒരു ഗ്രന്ഥിയാണ്. TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോക്സിൻ കുറവാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് TSH എപ്പോഴും നോക്കുന്നത്. T3യിലും ട്രയോഡോ തൈറോണിലും തൈറോക്സിനിലും ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് അയഡിൻ. ഈ അയഡിൻ ഡെഫിഷ്യൻസിയാണ് നമ്മളെപ്പോഴും ഒരു മേജർ കോസായിട്ട് പിന്നെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണാറുള്ളത്. ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ മേഴ്സി CV. ഞാൻ അഡീഷണൽ ഡയറക്ടറായിട്ട് 31 വർഷത്തെ ഗവൺമെൻറ് സർവീസിന് ശേഷം റിട്ടയർ ചെയ്തു. ഇപ്പോൾ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ആയിട്ട് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ കറുകുറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് തൈറോയിഡ് ആൻഡ് തൈറോയിഡ് ഡിസോർഡേഴ്സ്. കോമൺ ആയിട്ട് നമുക്ക് തൈറോയിഡിനെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാം. തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൽ ഇവിടെ ആയിട്ട്, അതായത് തൈറോയ്ഡ് കാർട്ടിലേജ് അഥവാ ആഡംസ് ആപ്പിളിൻ്റെ സമീപത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ അഥവാ ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അത് പൂവിൽ പൂമ്പാറ്റ പിടിച്ചിരിക്കുന്നത് പോലെ എന്നാണ് കവി അതിനെപ്പറ്റി പറയുന്നത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥി ചില്ലറക്കാരനല്ല, ഒത്തിരി കാര്യങ്ങളിൽ ആൾക്ക് ആക്ഷനുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മസിൽസിൽ, ഹാർട്ട് റേറ്റിൽ, സ്കിന്നിൽ, പിന്നെ അതിലൊരു കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോൺസിന് അഥവാ ബ്രെയിനിന് ഒക്കെ ഒത്തിരി ആക്ഷനുള്ള ഒരു ഗ്രന്ഥിയാണ്. പ്ലസ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, പ്ലസ് പിന്നെ ആർത്തവ ചക്രത്തിൻ്റെ നിയന്ത്രണത്തിലൊക്കെ തൈറോയിഡിന് സ്ഥാനമുണ്ട്. അപ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രവർത്തനത്തെപ്പറ്റി ചിന്തിക്കാം. തൈറോയിഡ് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്നത് T3, T4 ആൻഡ് TSH. അതിൽ TSH വരുന്നത് പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് TSH വരുന്നത്. TSH എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഏത് ഹോർമോണിനും ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ആണ് നിയന്ത്രിക്കുന്നത്. ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് എന്ന് പറയുന്നത് തൈറോട്രോപ്പിക് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്നും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്നുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് തൈറോയിഡിന് എപ്പോൾ ഒക്കെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രെയിൻ TSH പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം തൈറോക്സിൻ കുറവാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് TSH എപ്പോഴും നോക്കുന്നത്. ഇനി TSH ഹൈ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തിൽ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ അവർക്ക് ഒരു ലിതാർജി ആയിരിക്കും, എപ്പോഴും ഒരു ഉറക്കം തൂങ്ങികളായിരിക്കും അവർ. പിന്നെ അവർക്ക് പിന്നെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കാം, പിന്നെ ഒരു ഉഷാറുണ്ടാവില്ല, പിന്നെ അവർക്ക് ഒരു കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാവും. പിന്നെ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കാലുമേക്ക് ഒരു എഡീമ ഉണ്ടാകാം. ഇതൊക്കെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ വരുമ്പോൾ എപ്പോഴും തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ നമ്മളത് സപ്ലിമെൻ്റ് ചെയ്യും. പിന്നെ യൂഷ്വൽ തൈറോയിഡ് ഹോർമോൺസിൽ നമ്മൾ പിന്നെ TSHൻ്റെ ലെവൽ എടുക്കുമ്പോൾ 0.4 to 4 ആണ്, MIU per liter ആണ് അതിൻ്റെ നോർമൽ റേറ്റ്. പക്ഷെ നമ്മൾ പ്രഗ്നൻസിയിൽ എടുക്കുന്നത് അത് 3.2 ഒക്കെയാണ്. 3.2ൽ കൂടിയാൽ നമ്മളെപ്പോഴും തൈറോക്സിൻ അല്ലെങ്കിൽ എൽട്രോക്സിൻ ഈ ഗർഭിണിക്ക് നൽകും. അതെന്തിനാണെന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവിൽ ഒരു ഗ്രോത്ത് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത് നൽകുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും തൈറോയ്ഡ് ഹോർമോൺ പിന്നെ എങ്ങനെ ഇതിനെ നമ്മളെ വാലുവേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്വോളോ ചെയ്യുമ്പോൾ അത് ആ ഗ്രന്ഥി മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് നോക്കിയിട്ടല്ല നമ്മൾ ഇത് തീരുമാനിക്കുന്നത്. TFT അഥവാ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് T3, T4, TSH ചെയ്തിട്ട് തന്നെയാണ്. അത് ഫാസ്റ്റിങ്ങിൽ ചെയ്യാൻ എപ്പോഴും നല്ലത്.
അത് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും അവർക്ക് എൽട്രോക്സിൻ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ അയഡിൻ ഡെഫിഷ്യൻസിയാണ്. അതായത് T3-യിലും ട്രൈഐഡോ തൈറോണിലും തൈറോക്സിനിലും ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് അയഡിൻ. ഈ അയഡിൻ ഡെഫിഷ്യൻസിയാണ് നമ്മളെപ്പോഴും ഒരു മേജർ കോസായിട്ട് പിന്നെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അയഡിൻ സപ്ലിമെൻറ്റ്സ് ഉള്ള ഫുഡ്സ് ലൈക്ക് ഫിഷസ് ലൈക്ക് ട്യൂണ പ്ലസ് ആപ്പിൾ, പ്ലം അങ്ങനത്തെ, പിന്നെ അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ്, ചീസ്, ഇതൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട്. പിന്നെ തൈറോയിഡിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസികളിലെപ്പോൾ പാരാത്തോർമോൺ ഡെഫിഷ്യൻസി കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ അത് വളരെ ഡെഫിഷ്യൻ്റായിട്ട് വരുമ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ പ്രശ്നങ്ങൾ അതിലേക്ക് വരാറുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസം അഥവാ TSH കൂടുന്ന പ്രശ്നം. ഇനി നമ്മൾ TSH കുറയുന്ന പ്രശ്നം അഥവാ TSH കുറയുമ്പോൾ തൈറോക്സിൻ ലെവൽ കൂടുകയാണ്. ദാറ്റ് ഈസ് ഹൈപ്പർ തൈറോയിഡിസം. ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളിൽ നമുക്ക് ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുക എന്ന് പറയുന്നത് പലപ്പോഴും ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ തൈറോയിഡ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അതിൻ്റെ കുറേ വകഭേദങ്ങളുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഇൻഫെക്ഷൻസ് ആൻഡ് അയഡിൻ ഡെഫിഷ്യൻസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഹൈപ്പോ തൈറോയിഡിസം. ഇനി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് പലപ്പോഴും അയഡിൻ കൂടുകയും അല്ലെങ്കിൽ നമ്മുടെ ഈ തൈറോയിഡ് തന്നെ പ്രോമിനൻ്റായിട്ട് ഗോയിറ്ററായിട്ട് അല്ലെങ്കിൽ പല ക്യാൻസറായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ TSH ലെവല് കുറയുന്നത്. അങ്ങനത്തെ കേസസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് പലപ്പോഴും നമ്മൾ ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവരുടെ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ആൾ ഭയങ്കര ഓവർ ആക്റ്റീവായിരിക്കും, അയാൾക്ക് ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ മൂർധന്യ അവസ്ഥയിൽ കണ്ണുകൾ എക്സോഫ്താൽമോസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഗോയിറ്റർ തന്നെ നമുക്ക് കഴുത്തിൽ വലിയ മുഴയായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ അധികം നമ്മൾ കാണുന്നില്ല. കാരണം നമ്മൾ ഇന്ന് എല്ലാ ജനങ്ങളും വളരെയധികം ഹെൽത്ത് അവെയറാണ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഓടി വരും. ഹെൽത്തിൻ്റെ അവെയർനെസ് കൂടിയതോടെ നമ്മൾ ആ വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും നമ്മളിപ്പോൾ കാണുന്നില്ല. പിന്നെ അവർക്ക് ഭയങ്കര ആക്റ്റീവായിരിക്കും, അവർക്ക് ഉറക്കക്കുറവുണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, ട്രമേഴ്സ് ഉണ്ടാവും, പാൽപിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബീറ്റാ ബ്ലോക്കേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ ഗോയിറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സർജിക്കലാണ്. പിന്നെ അയഡിൻ 131 തെറാപ്പി, അങ്ങനെ അതൊക്കെ ആ ലെവലിലോട്ട് പോകും. അപ്പം ഞാനിത് ബേസിക്കായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, രണ്ടും ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഗർഭിണികളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ TSH ഹൈ ആവുന്നുണ്ടോ, തൈറോക്സിൻ ലെവൽ കുറവാവുന്നുണ്ടോ. ഈ ഒരു ചെറിയ ഒരു സപ്ലിമെൻ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് ക്രിട്ടിനിസം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഗർഭിണി വന്നാലും നമ്മളുടെ റുട്ടീൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ TFT അഥവാ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും ഒരു നോർമൽ ലെവലിനേക്കാളും ഇച്ചിരി കൂടി താഴെയാണ് ഞങ്ങൾ പ്രഗ്നൻസിയുടെ ലെവൽ എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ നോർമൽ വാല്യൂ ഓഫ് പ്രഗ്നൻസി ആൻഡ് വിൽ സപ്ലിമെൻറ്റ് തൈറോക്സിൻ. പലപ്പോഴും അത് പലരും ചോദിക്കാറുണ്ട്, ഇതല്ലേ നോർമൽ വാല്യൂ. പക്ഷേ പ്രഗ്നൻസിയിൽ അത് ഇച്ചിരി കൂടി താഴെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവെയർനെസ്, തൈറോയിഡിൻ്റെ വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. അത് ഒത്തിരി, അതായത് ഈ ഒരു കൊച്ചു ബട്ടർഫ്ലൈ, ഇത്രയുള്ള ഒരു കൊച്ചു ബട്ടർഫ്ലൈ, ഒരു പാട പോലത്തെ ഒരു ഗ്ലാൻഡ് ഒത്തിരി നമ്മുടെ എന്തൊരു സമഗ്രമായ ഒരു കാര്യമാണ്. പ്ലസ് നമ്മളുടെ പിന്നെ പെൺകുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ അവരുടെ ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ പലപ്പോഴും തൈറോക്സിൻ ഡെഫിഷ്യൻസി കൊണ്ട് ആകാറുണ്ട്. ഇനി വന്ധ്യതയും നമ്മൾ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ തൈറോക്സിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിലുള്ള പിഴകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഈ രണ്ട് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണമെന്നും അതിനെ ട്രീറ്റ് ചെയ്യണമെന്നും ഒരു ജനറൽ
ആയിട്ട് ഈ TFT ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണമെന്നുമാണ് ഞാനിതിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. താങ്ക് യു.